ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോണിൻ്റെ ഒരു സർവീസ് വീഡിയോ ഉണ്ടോ, ജനറൽ സർവീസായിട്ടാണ് നമ്മൾ വണ്ടി കയറ്റിയേക്കണേ. ഇപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് നോക്കുമ്പോൾ ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് കിടക്കണേ. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ തന്നെ ഹബിനകത്ത് അത്യാവശ്യം ഈ ലൈനർ ഒരിഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഹബിനുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് ലൂബ്രിക്കേഷൻ ചെയ്യാം. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മൾ ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 2023 അതിൻ്റെ ഇയർ. 12 വോൾട്ട് 7 ആംപിയർ എന്ന ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. ആമറോൻ്റെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി വാറണ്ടിയിലുള്ളതാണ്. പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്, ബാറ്ററി ടെസ്റ്റ് കേട്ടോ. വോൾട്ട് മാക്സിമം കിട്ടുന്നുണ്ട്. നമുക്ക് 12 വോൾട്ട് ബാറ്ററി എന്ന് പറയുമ്പോൾ 12.75 നല്ല ഒരു പെർഫോമൻസ് തന്നെ. ഇതിപ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഓൾറെഡി ഹെൽത്തിയാണ്. നമ്മളിപ്പോൾ നല്ല ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട്, ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് നടത്തുമ്പോൾ ഓൾറെഡി ഓക്കെ ആയിട്ട് കാണിക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബാറ്ററിയാണ്. സർവീസുമായി ബന്ധപ്പെട്ടത് ഒന്ന് ചെയ്തു എന്ന് മാത്രം കേട്ടോ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ചു നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്റർ മാറ്റേണ്ട ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. ശരിക്കും എയർ ഫിൽറ്ററിൻ്റെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട പീരീഡ് എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്ററാണ്. അത് നമ്മൾ ഓരോ ഏരിയ അനുസരിച്ചൊക്കെ വ്യത്യാസം വരും. ഒരുപാട് പൊടിപടലങ്ങളുള്ള ഭാഗത്തേക്കാണെങ്കിൽ ചിലപ്പോൾ അത് നേരത്തെ വരും. ഇനി വലിയ പൊടി ഇല്ലാത്ത ഭാഗമൊക്കെയാണെങ്കിൽ 10,000 എന്നുള്ളത് 12,500 നമുക്ക് ഓടിക്കാൻ കിട്ടും. സാധാരണ നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ 10,000 കിലോമീറ്ററാണ് ശരിക്കും അതിൻ്റെ നല്ലൊരു ലൈഫ് എന്ന് പറയാം. അപ്പോൾ അത് മാറ്റിക്കളയാണ് സേഫ്. കാരണം അത് നമുക്ക് എൻജിൻ ഹെഡിനകത്തേക്കൊക്കെ കാർബണിൻ്റെ പ്രസൻസ് കൂട്ടാനൊക്കെ ആയിട്ട് അത് കറക്റ്റ് സമയത്ത് മാറ്റിയില്ലെങ്കിൽ അത് അങ്ങനത്തെ പ്രോബ്ലംസ് വരും. നമ്മൾ കിടക്കുന്നത് കമ്പനി എയർ ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു മിസ്സിങ് പോലെ കാണിച്ചായിരുന്നു. വണ്ടി വലിക്കാനായിട്ട്, അതായത് ഫസ്റ്റ് എടുക്കുന്ന സമയത്തുള്ളൊരു പ്രോബ്ലം ഉണ്ടല്ലോ, അത് ഇച്ചിരി കൂടുതലായിട്ട്. അപ്പോൾ നമുക്ക് കാർബറേറ്റർ യൂണിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഈ സ്ലോ ജെറ്റൊക്കെ ചെറിയൊരു അടവുണ്ട്. നമുക്കൊന്ന് ആ ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കയറ്റാം. ഇത് വാക്യൂം പിസ്റ്റനാണ്. വാക്യൂം പിസ്റ്റൻ്റെ നീഡിലുണ്ട്. ഈ നീഡിലിൻ്റെ ഇവിടെ നോക്കുമ്പോൾ അറിയാം ചെറിയൊരു ആ ഒരു ഫംഗസ് പോലെ പിടിച്ചിട്ട് അവിടെ ഒരു സ്റ്റെപ്പ് പോലെ വന്നേക്കണം. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിടാം. അതേപോലെ കാർബറേറ്റർ ക്ലീനർ വെച്ചിട്ട് അത്യാവശ്യം വലിയ ഇതൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിടാം. കാരണം അത് നമുക്ക് മൈലേജുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് വന്ന ഒരു സംഭവമാണ് കാർബറേറ്റർ യൂണിറ്റ്. അതെപ്പോഴും നീറ്റായിട്ട് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ പ്ലഗിൻ്റെ ഭാഗവും നമ്മൾ അഴിച്ചിട്ടുണ്ട്. പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ചാണ് ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ കാർബറേറ്ററും കൂടി ക്ലീൻ ചെയ്യണം. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടും. അപ്പോൾ ആ ഫംഗ്ഷൻ അത്രയും കറക്റ്റ് ആവും. പക്ഷെ നമുക്ക് ഹെഡിനകത്ത് കരിയുടെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലംസൊക്കെ കാണിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വണ്ടിയുടെ ഓടിയേക്കണ കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, ഏകദേശം ഓടിയേക്കണമെന്ന് പറയുമ്പോഴത്തേക്കും 47,000 കിലോമീറ്ററാണ് ഇപ്പോൾ നമ്മൾ ഓടിയുണ്ട്. 47,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതൊരു 30,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ അങ്ങനത്തെ വേറെ പ്രോബ്ലംസൊന്നുമില്ല. കരിയുടെ കാർബൺ കൂടുതൽ വരുമ്പോഴുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാതെ നമ്മൾ വണ്ടി ഓടിച്ചു കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ വണ്ടി സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതല്ലെങ്കിൽ വണ്ടി ഓടിച്ചു കൊണ്ടുവന്ന സിഗ്നലിങ്ങൊക്കെ നമ്മൾ വണ്ടി സ്ലോ ആക്കുമ്പോൾ തന്നെ വണ്ടി ഓഫായി പോകും. പിന്നെ നമ്മൾ സെൽഫ് അടിച്ചാലാവില്ല, കിക്കർ അടിച്ചാലും കിട്ടാത്തൊരു കണ്ടീഷൻ വരും. കിക്കറൊക്കെ അടിക്കുമ്പോൾ കിക്കറും ബലമില്ലാത്ത രീതിയിൽ താഴ്ന്നു പോകുന്ന ഒരു ഫീലൊക്കെ ആയിരിക്കും. അതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങൾ കിട്ടുന്നില്ല. ഇപ്പോൾ ചെറിയൊരു വലിയുടെ പ്രശ്നം കണ്ടതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ യൂണിറ്റ് അയച്ചൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് നമുക്ക് ഒരച്ചിലാണ്. അതായത് പാഡ് തീർന്നിട്ട് അത്യാവശ്യം പ്ലേറ്റുമ്പോഴത്തേക്ക് കയറി പിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്, പക്ഷെ അത് വേറെ കുഴപ്പമൊന്നുമില്ല. പാഡ് മാറ്റി നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. നമ്മളത് അഴിച്ച് നോക്കുന്ന സമയത്ത് കേബിൾ പൊട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ ഇവർ കേബിൾ മാത്രമല്ല, അതിൻ്റെ ഈ ഇവിടെ വന്ന ഗിയർ സെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലെ ക്രൗണ് പിന്നെ യൂണിറ്റാണ്. അത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. ഐറ്റം അത് സ്ലിപ്പിംഗ് ആണ്. അപ്പോൾ അത് നമ്മുടെ ഐറ്റം സ്റ്റോക്ക് ഉണ്ടോയെന്ന് ദിവസം നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി മാറ്റിയിട്ടാലാണ് പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ. കാരണം ഞാൻ ചെറിയതായിട്ടൊരു തെന്നി പോകുന്ന ഒരു ഫീൽ കാണിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ. നമ്മളിപ്പോൾ കേബിൾ ഇട്ടാലും അത് വീല് കറക്കണ സമയത്ത് വളരെ ഫ്രീ ആയിട്ട് കറങ്ങണം. ഇതിപ്പോൾ ഇത്രയും പ്ലേ ആണ് ഇതിനകത്ത്. ഐറ്റം ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം കേബിൾ സെറ്റ് ചെയ്ത് തരാം. എന്നിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഐറ്റം സ്റ്റോക്കിലുണ്ടോയെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് അതിനായിട്ട്. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ. എന്നാൽ നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റാനുണ്ട്. ഡിസ്ക് ബ്രേക്കിൻ്റെ ബ്രേക്ക് പാഡ്. അതേപോലെ തന്നെ അതിന് മാറ്റുന്ന സമയത്ത് അതിൻ്റെ ഈ ബൂട്ട് ഐറ്റം മാറ്റിയിടും കേട്ടോ.
കാരണം അത് ബഡ്ജായിട്ടുണ്ട് ഇതുവരെ. പിന്നെ കേബിൾ മാറ്റിയിടാം. ഈ ഐറ്റം ഉണ്ടോ എന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്തിടാം. കാർബോറേറ്റർ ക്ലീനിങ്, ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്തൊക്കെ എഞ്ചിൻ ഓയിൽ, എയർ ഫിൽറ്റർ, പ്ലഗ്, ഇത്ര ഐറ്റമാണ് നമുക്ക് മെയിനായിട്ട് വന്നത് കേട്ടോ. നമുക്ക് വാട്ടർ സർവീസും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഉള്ളൊന്ന് സീറ്റൊക്കെ ഒന്ന് തുറന്നൊന്ന് അടിച്ചേക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം അഴുക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഒന്ന് തുറന്ന് അടിച്ച് ക്ലിയർ ആക്കിയാൽ അപ്പോൾ നമ്മുടെ ഈ ചെയിൻ്റെ ഭാഗത്തായാലേ ഈ ചെയിനുമൊക്കെയായാലും അത്യാവശ്യം ചെളിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് ചെയിനൊന്ന് ഗ്രീസ് ചെയ്തിടാം. ഈ ഭാഗമൊക്കെ ആയാലും മണ്ണൊടിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അത് ചെയിൻ കവറൊക്കെ നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ആവില്ല. അപ്പോൾ ഈ ഭാഗം ഒന്ന് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. എന്തായാലും മഴയൊക്കെയാണ് വരാൻ പോണത്. പിന്നെ അതേപോലെ തന്നെ ചെയിൻ കവറിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ തന്നെ അത്യാവശ്യം ചെളി വന്ന് മൊത്തം ഒന്ന് കൂടി. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് നീറ്റായിട്ടൊന്ന് വാഷ് ചെയ്യാം. അതിന് ശേഷം നമുക്കൊന്ന് ചെയിൻ ഗ്രീസിങ് കൂടി നടത്തിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. ഏകദേശം വൈകുന്നേരത്തേക്ക് ആവുള്ളൂ വണ്ടി. ഞാനപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം.